ഫാക്ടിവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു മാന്ത്രിക യാത്ര പോകാൻ പോവാണ്. സമയത്തിന്റെ യന്ത്രം തിരിച്ച് കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നിലേക്ക്. അവിടെ മനുഷ്യരോ നമ്മൾ കാണുന്ന ഈ കെട്ടിടങ്ങളോ ഒന്നുമില്ലാത്തൊരു ലോകം. പകരം ഭൂമി അടക്കി വാണ ചില ഭീമാകാരന്മാരുണ്ട്. കുഞ്ഞന്മാർ മുതൽ 15 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള രാക്ഷസന്മാർ വരെ ജീവിച്ചൊരു കാലം. അതെ, നമ്മൾ പോകുന്നത് ദിനോസറുകളുടെ കാലത്തേക്ക്. ഏകദേശം 23 കോടി വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമി ഇന്ന് കാണുന്നത് പോലെ 7 വൻകരകളായി വേർപെട്ടിരുന്നില്ല. പാങ്കേയ എന്നു പേരുള്ള ഒറ്റ വലിയൊരു ഭൂഖണ്ഡമായിരുന്നു അത്. അന്ന് ആകാശത്ത് തീജ്വാലകൾ പോലെ അഗ്നിപർവ്വതങ്ങൾ പുകഞ്ഞുകൊണ്ടിരുന്നു. വലിയ വനങ്ങളും ചതുപ്പുകളും നിറഞ്ഞു നിന്ന ചൂടേറിയൊരു ലോകം. ആ ചൂടേറിയ മണ്ണിൽ നിന്നാണ് ആദ്യത്തെ ദിനോസറുകൾ ഉയർത്തെഴുന്നേറ്റത്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ രാക്ഷസന്മാരായിരുന്നില്ല അവർ. ഈ റാപ്റ്റർ എന്നൊരു ദിനോസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? 1 മീറ്ററോളം മാത്രം നീളമുള്ള വളരെ വേഗതയേറിയ ചെറിയ ജീവികളായിരുന്നു അവർ. എന്നാൽ പ്രകൃതിയുടെ മാന്ത്രിക ശക്തിയും ഭക്ഷണത്തിന്റെ ലഭ്യതയും അവരെ പതിയെ പതിയെ വലുതാക്കി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയപ്പോൾ ആ കുഞ്ഞൻ ദിനോസറുകൾ ഈ ഭൂമിയുടെ യഥാർത്ഥ രാജാക്കന്മാരായി മാറി. ദിനോസറുകളുടെ സുവർണ കാലഘട്ടമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ജുറാസിക് കാലഘട്ടമായിരുന്നു. ഏകദേശം 14.5 കോടി വർഷം വരെ നീണ്ടുനിന്ന കാലം. ചുറ്റും വലിയ വനങ്ങൾ, നിറയെ ചെടികളും മരങ്ങളും, തീരാത്ത ചതുപ്പുകളും വലിയ നദികളും ഈ ലോകത്തിന് സൗന്ദര്യം നൽകുന്നു. എല്ലായിടത്തും ദിനോസറുകൾ നിറഞ്ഞു നിൽക്കുന്നു. ചിലർ വളരെ ശാന്തരാണ്. അവർ പുല്ല് തിന്ന് ജീവിക്കുന്ന ഭീമന്മാരായിരുന്നു. ആകാശത്തോളം ഉയരമുള്ള കഴുത്തുകളുള്ള ബ്രാക്കിയോസോറസ് പോലുള്ള ദിനോസറുകൾ. അവയുടെ കഴുത്ത് കണ്ടാൽ തോന്നും ആകാശത്തെ തൊടാൻ വേണ്ടിയാണ് അവയെ ദൈവം സൃഷ്ടിച്ചതെന്ന്. ഒരു 10 നിലക്കെട്ടിടത്തോളം ഉയരത്തിൽ തലയുയർത്തി അവർ മരങ്ങളുടെ മുകളിലെ ഇലകൾ കഴിച്ച് ജീവിച്ചു പോകുന്നു. എന്നാൽ എല്ലാവരും അത്ര ശാന്തരായിരുന്നില്ല. ഭീകരരായ വേട്ടക്കാരും ഈ വനങ്ങളിൽ ഉണ്ടായിരുന്നു. മൂർച്ചയേറിയ പല്ലുകളും ശക്തമായ കൈകാലുകളുമുള്ള അലോസോറസിനെ പോലെയുള്ള ക്രൂരന്മാരായ വേട്ടക്കാർ. തീർന്നില്ല, ആകാശത്ത് പെട്രോസോറുകൾ എന്ന പറക്കുമുരകങ്ങൾ ചിറകടിച്ച് പറന്നു നടന്നു. അവർ ദിനോസറുകളായിരുന്നില്ല, പക്ഷേ ആകാശത്തിന്റെ അധിപന്മാർ അവരായിരുന്നു. ആഴക്കടലിൽ മോസാസോറുകൾ എന്ന ഭീമാകാരന്മാരായ സമുദ്രജീവികൾ നീന്തിത്തുടിച്ചു. ഓരോ ദിനവും ഒരു അതിജീവനത്തിനായുള്ള പോരാട്ടമായിരുന്നു അവർക്ക്. ഭക്ഷണം കണ്ടെത്താൻ, ജീവൻ രക്ഷിക്കാൻ. അതൊരു യഥാർത്ഥ പോരാട്ടത്തിന്റെ കഥയായിരുന്നു. ക്രിട്ടേഷ്യസ് കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ദിനോസറുകളുടെ കിരീടം വെക്കാത്ത രാജാവ് ഭൂമിയിൽ പിറവിയെടുത്തത്. ടിറാനോസോറസ് റെക്സ് അഥവാ ടീറെക്സ്. ഏകദേശം 12 മീറ്റർ നീളവും 8 ടണ്ണോളം ഭാരവും ഉണ്ടായിരുന്ന ഒരു കൊടും വേട്ടക്കാരനായിരുന്നു ടീറെക്സ്. അവന്റെ പല്ലിന്റെ ശക്തി അവിശ്വസനീയമായിരുന്നു. ചില പഠനങ്ങൾ പറയുന്നത് ടീറെക്സിന് 40 കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുമായിരുന്നു എന്നാണ്. അവന്റെ കണ്ണുകൾ മുന്നോട്ടായിരുന്നു. അത് ഇരയെ കൃത്യമായി കാണാൻ സഹായിച്ചു. അവന്റെ ഒറ്റ വരവ് മതിയായിരുന്നു കാടിനെ നിശബ്ദമാക്കാൻ. ടീറെക്സ് മാത്രമായിരുന്നില്ല കാടിനെ വിറപ്പിച്ചത്. 3 വലിയ കൊമ്പുകളുള്ള ട്രൈസറാടോപ്സ്, ശരീരം നിറയെ കവചമുള്ള ആങ്കിലോസോറസ് പോലുള്ള ദിനോസറുകളും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ദിനോസറുകൾ വെറും വേട്ടക്കാരും ഇരകളും മാത്രമായിരുന്നില്ല, അവർക്കും ഒരു ജീവിതമുണ്ടായിരുന്നു. ചില ദിനോസറുകൾ കൂട്ടമായി ജീവിച്ചു. മയ്യാസോറ എന്ന ദിനോസർ മാമകളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർ കൂട്ടമായി കൂടുകൾ കെട്ടി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ സ്വന്തം ജീവൻ കൊടുത്ത് സംരക്ഷിച്ചു. ചിലർ ഒറ്റയ്ക്ക് ജീവിച്ചു. പ്രകൃതിയുടെ എല്ലാ ശക്തികളെയും അവർ അതിജീവിച്ചു. കനത്ത മഴ, വെള്ളപ്പൊക്കം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എല്ലാം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഓരോ ദിനോസറിന്റെയും ജീവിതം ഈ ഭൂമിയിലെ അതിജീവനത്തിന്റെ ഒരു വലിയ പാഠം നമുക്ക് നൽകുന്നു. എന്നാൽ ഏകദേശം 66 കോടി വർഷങ്ങൾക്ക് ശേഷം എല്ലാം മാറിമറിഞ്ഞു. ആകാശത്ത് നിന്നൊരു വലിയ ഗ്രഹശകലം അഥവാ ഒരു വലിയ പാറക്കഷ്ണം മിന്നൽ വേഗത്തിൽ ഭൂമിയിലേക്ക് പാഞ്ഞു വന്നു. ഇന്നത്തെ മെക്സിക്കോയുടെ യുക്കാട്ടൻ പെനിൻസുലയുടെ തീരത്തേക്ക് അത് വന്നിടിച്ചു. ആ കൂട്ടിയിടി അവിശ്വസനീയമായി ഭീകരമായിരുന്നു. അന്തരീക്ഷത്തിലേക്ക് ടൺ കണക്കിന് പൊടിയും ചാരവും പുകയും എല്ലാം ഉയർന്നു പൊങ്ങി സൂര്യപ്രകാശത്തെ പൂർണ്ണമായി തടഞ്ഞു. ഭൂമി പതിയെ തണുത്തുറഞ്ഞു. സസ്യങ്ങൾക്ക് വളരാൻ കഴിഞ്ഞില്ല, അവ നശിച്ചുപോയി. സസ്യങ്ങളെ തിന്നുന്ന ദിനോസറുകൾക്ക് ഭക്ഷണമില്ലാതായി. അവർക്ക് പിന്നാലെ മാംസാഹാരികളും ഇല്ലാതായി. അതാണ് ദിനോസറുകളുടെ അവസാന ദിനങ്ങളായി അറിയപ്പെടുന്നത്. ക്രിട്ടേഷ്യസ് പാലിയോജീൻ വംശനാശം. ഭൂമിയിലെ ജീവജാലങ്ങളിൽ 75% ഈ ദുരന്തത്തിൽ ഇല്ലാതായി. എന്നാൽ ദിനോസറുകൾ പൂർണ്ണമായും ഇല്ലാതായെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്നാൽ അവരുടെ പാരമ്പര്യം ഇന്നും ജീവിക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മുടെ ചുറ്റും കാണുന്ന പക്ഷികൾ ദിനോസറുകളുടെ നേരിട്ടുള്ള സന്തതികളാണ്. ചില ചെറിയ തൂവലുകളുള്ള ദിനോസറുകളിൽ നിന്നാണ് പക്ഷികൾ പരിണമിച്ചത്. അതുകൊണ്ട് അടുത്ത തവണ ഒരു പക്ഷിയെ കാണുമ്പോൾ ഓർക്കുക, നിങ്ങളൊരു ദിനോസറിന്റെ പിൻഗാമിയെയാണ് കാണുന്നത്. ഇന്നും ഫോസിലുകളും പുരാവസ്തു ഗവേഷകരും മണ്ണിനടിയിൽ നിന്നും പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും ലഭിക്കുന്ന ഓരോ അസ്ഥിക്കൂടങ്ങളും മുട്ടകളും കാൽപ്പാടുകളും ആ വലിയ ഭൂതകാലത്തിന്റെ കഥകൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.